സമ്പൂർണ്ണ വാനരപ്പടയെയും വീഴ്ത്തിയ വിജയാഘോഷത്തിൽ വിജയശംഖ് മുഴക്കി മേഘനാഥൻ തൻ്റെ രഥത്തിൽ അതിവേഗത്തിൽ ലങ്കയിലേക്ക് കുതിച്ചു. തൻ്റെ മകൻ്റെ വിജയാഘോഷത്തിൽ രാവണൻ ആർത്തട്ടഹസിച്ചു. എന്നാൽ മറുവശത്ത് തിന്മയുടെ യുദ്ധത്തിൽ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞ് രാവണൻ്റെ സഹോദരൻ വിഭീഷണൻ യുദ്ധമുഖത്ത് ആരൊക്കെ ജീവനോടെ ഉണ്ട് എന്ന് നോക്കുവാൻ നടന്നു നീങ്ങി. അവിടെ വെച്ച് വിഭീഷണൻ മേഘനാഥൻ്റെ പ്രഹരത്താൽ ഒന്നും സംഭവിക്കാത്തൊരു വാനരനെ കണ്ടുമുട്ടി. ആഞ്ജനേയപുത്രൻ ഹനുമാൻ. പരസ്പരം കണ്ടുമുട്ടിയ ഇരുവരും ആരൊക്കെ ജീവനോടെ ഉണ്ടെന്ന് നോക്കുവാൻ യുദ്ധമുഖത്താകെ പരുതി. അവർക്കിടയിൽ പകുതി ജീവനോടെ മുറിവേറ്റ് കിടക്കുന്ന ജാമ്പവാനെ ഹനുമാനും വിഭീഷണനും കണ്ടു. വേദന കൊണ്ട് പുളഞ്ഞ് പാതി തുറന്ന കണ്ണുകളോടെ ജാമ്പവാൻ പറഞ്ഞു, എനിക്ക് കണ്ണു തുറക്കാനാകുന്നില്ല. ദേഹമാസകലവും വേദനയാണ്. എനിക്കറിയേണ്ടത് ആഞ്ജനേയൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. എനിക്കറിയണം, പറയൂ, എവിടെയാണ് ആഞ്ജനേയൻ? വിഭീഷണനെ നോക്കി പറഞ്ഞു. എന്നാൽ ഇത് കേട്ട വിഭീഷണൻ പറഞ്ഞു, അങ്ങ് രാമലക്ഷ്മണന്മാരെക്കുറിച്ചോ സുഗ്രീവനെക്കുറിച്ചോ ഒന്നും ചോദിച്ചില്ലല്ലോ. എന്തിനാണ് അങ്ങ് ആഞ്ജനേയനെ മാത്രം തിരയുന്നത്? വേദനയോടെ പുളഞ്ഞുകൊണ്ട് ജാമ്പവാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് അവനെ വേണം, ജീവനോടെ തന്നെ വേണം. ഹനുമാൻ മരിച്ചാൽ സർവ്വതും നശിച്ചു എന്നാണ് അർത്ഥം. അവൻ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ മരിച്ചവർക്കെല്ലാം ജീവൻ തിരിച്ചു കിട്ടും. സമയം കളയാതെ അവനെ വിളിക്കൂ. ഹനുമാൻ ജാമ്പവാനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ അടുത്തു തന്നെയുണ്ട്. ഹനുമാന്റെ ശബ്ദം കേട്ട ജാമ്പവാന് ആശ്വാസമായി. ഇടറിയ സ്വരത്തിൽ ജാമ്പവാൻ പറഞ്ഞു, ആഞ്ജനേയ, ഇപ്പോൾ നിനക്ക് മാത്രമേ രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും രക്ഷിക്കാനാവൂ. നീ ഉടൻ തന്നെ വായുവേഗത്തിൽ ഹിമാലയ പർവ്വതത്തിൽ പോകണം. അവിടെ ഒരു ഭാഗത്ത് ദ്രോണാചലം എന്ന ഒരു ഔഷധ പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ നിരവധി ഔഷധ ചെടികളുണ്ട്, ഒറ്റമൂലികളുണ്ട്. ഇതിനെല്ലാം പുറമെ മരിച്ചവരെപ്പോലും പുനർജീവിപ്പിക്കാൻ പ്രാപ്തിയുള്ള മൃതസഞ്ജീവനിയുണ്ട്. മരിച്ചവരെയും അർദ്ധപ്രാണനായവരെയും ഈ മരുന്നുകൊണ്ട് ജീവിപ്പിക്കാം. മറ്റൊന്ന് വിശല്യകരണി, മുറിവുകളും ചെറിയ പരിക്കുകളും അതുകൊണ്ട് സുഖപ്പെടുത്താം. പിന്നെയുള്ളത് സാവർണകരണിയും സന്താനകരുണിയും. സാവർണകരണി ശരീരത്തിന് ഭംഗിയും ശക്തിയും ഉണ്ടാക്കും. സന്താനകരണി പൊടിഞ്ഞ എല്ലുകളെ സുഖപ്പെടുത്തും. ഞാൻ പറഞ്ഞ ഈ ഔഷധ ചെടികളെ കൊണ്ട് എല്ലാവരെയും സുഖപ്പെടുത്തുവാൻ നിനക്ക് മാത്രമേ കഴിയൂ. വേഗം പോയി വരൂ. രാക്ഷസന്മാർ തിരികെ വരുന്നതിന് മുൻപ് തന്നെ നീ തിരികെ എത്തണം. കണ്ണടച്ചു തുറക്കുന്നതിന് മുൻപായാൽ അത്രയും നല്ലത്. കാറ്റുപോലെ പറക്കണം, മിന്നൽ പോലെ മറയണം. ആഞ്ജനേയ, നിന്റെ ജീവിതത്തിൽ നിർണായകമായ യാത്രയാണിത്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ, നമുക്ക് വേണ്ടി ജീവനും ജീവിതവും ദാനം തിരികെ തന്നവരെ രക്ഷിക്കുവാൻ, മുറിവേറ്റ് പിടഞ്ഞ് കരയുന്നവർക്ക് ആശ്വാസമാകുവാൻ, അശോകവനിയിൽ കണ്ണീരൊഴുക്കി രാമനെ കാത്തിരിക്കുന്ന സീതാദേവിക്ക് നീ കൊടുത്ത വാക്ക് പാലിക്കുവാൻ ആഞ്ജനേയ ഒരു നിമിഷം പോലും കളയാതെ ഉടൻ പോയി വരിക. നെഞ്ചിൽ കുടിയിരുത്തിയിരിക്കുന്ന നിന്റെ ശ്രീരാമപ്രഭുവില്ലേ നിന്റെ കൂടെ? പോയിട്ടു വാ. കാലുകൾക്ക് ചിറകുകൾ മുളയ്ക്കട്ടെ, ദൂരം നിനക്കരികിലാകട്ടെ. ഈ പടക്കളത്തിൽ പൊടിഞ്ഞുപോയ നെടുവീർപ്പുകൾ, ശേഷിക്കുന്ന പ്രാണൻ, ഇപ്പോൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അർദ്ധപ്രാണനായ ഞാൻ, എല്ലാം ഓർമ്മയുണ്ടാവണം. ഒരിക്കൽ എൻ്റെ വാക്ക് കേട്ട് കയ്യും മെയ്യും മറന്ന് ലങ്കയിലേക്ക് ചാടിയവനല്ലേ നീ? അതുപോലെ ഇതും ആഞ്ജനേയ, ഓർമ്മയുണ്ടാകണം. പാതിയിൽ വെച്ച് വാക്കുകൾ മുറിഞ്ഞ് ജാമ്പവാന്റെ ബോധം മറഞ്ഞു. ആഞ്ജനേയൻ മുന്നോട്ട് കുതിച്ചു. കൊടുങ്കാറ്റാർത്ത് വീശിയതുപോലെ ഒരു മിന്നൽപ്പിട. ഭൂമിയും ചരാചരങ്ങളും വിയർപ്പറ്റു നിൽക്കുമ്പോൾ ആഞ്ജനേയൻ ആകാശം പിളർന്ന് അപ്രത്യക്ഷനായി. നിമിഷ നേരം കൊണ്ട് തന്നെ ആഞ്ജനേയൻ ഹിമാലയത്തിലെത്തി. എന്നാൽ അവിടെ പ്രകാശം പരത്തി നിൽക്കുന്ന ഒരുപാട് ഔഷധ ചെടികളുണ്ടായിരുന്നു. ഹനുമാന് ജാമ്പവാൻ പറഞ്ഞ പേരുകളൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹനുമാൻ ദ്രോണാചലം മുഴുവനായി അടർത്തിയെടുത്തു. പോയതിനേക്കാൾ വേഗത്തിൽ തിരികെ എത്തി. ബോധരഹിതനായ ജാമ്പവാൻ ഔഷധ ചെടികളുടെ ഗന്ധമേറ്റതോടെ കണ്ണു തുറന്നു. രാമലക്ഷ്മണന്മാരും വാനരന്മാരും പുതുജീവൻ കിട്ടിയതുപോലെ ഉയർത്തെഴുന്നേറ്റു. രാമസേന വീണ്ടും യുദ്ധത്തിന് സജ്ജമായി.